എല്ലാവർക്കും നമസ്കാരം. നമ്മൾ 2025 ജനുവരി മാസത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ്. ആദ്യത്തെ ക്ലാസ് കാണാത്തവർ അത് പോയി കാണുക. എല്ലാവരും ഇത് കേട്ട് നന്നായിട്ട് പഠിക്കുക. അർബുദ രോഗബാധയുള്ള കോശങ്ങളെ കണ്ടെത്തി നശിപ്പിക്കുന്ന ടാർഗറ്റഡ് ക്യാൻസർ തെറാപ്പിക്ക് കുത്തിവെക്കാവുന്ന ഹൈഡ്രോജെൽ വികസിപ്പിച്ചത് IIT ഗുവാഹത്തിയാണ്. അപ്പോൾ എവിടെയാണ്? IIT ഗുവാഹത്തിയിലാണ് അർബുദ രോഗബാധയുള്ള കോശങ്ങളെ കണ്ടെത്തി നശിപ്പിക്കുന്ന ടാർഗറ്റഡ് ക്യാൻസർ തെറാപ്പിക്ക് കുത്തിവെക്കാവുന്ന ഹൈഡ്രോജെൽ വികസിപ്പിച്ചത്. ഇനി മലയാളി നീന്തൽ താരമായിട്ടുള്ള സാജൻ പ്രകാശ് ഉൾപ്പെടെ 32 പേർക്കാണ് ഇപ്രാവശ്യം അർജുന അവാർഡ് ലഭിക്കുന്നത്. അപ്പോൾ അർജുന അവാർഡ് ലഭിക്കുന്ന മലയാളി താരം ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? സാജൻ പ്രകാശാണ്. ഇദ്ദേഹം നീന്തൽ താരമാണ്. അടുത്തിടെ രാഷ്ട്രപിതാവിനെ മാറ്റിയ ഇന്ത്യയുടെ അയൽ രാജ്യം ബംഗ്ലാദേശാണ്. അപ്പോൾ ബംഗ്ലാദേശാണ് അവരുടെ രാഷ്ട്രപിതാവിനെ മാറ്റി മറ്റൊരാൾക്ക് ആ പദവി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഭാര്യയുടെ ശരീരവും സ്വകാര്യതയും അവകാശങ്ങളും ഭർത്താവിന്റെ നിയന്ത്രണത്തിനോ ഉടമസ്ഥതയ്ക്കോ വിധേയമല്ല എന്ന് വിധി പുറപ്പെടുവിച്ചത് അലഹബാദ് ഹൈക്കോടതിയാണ്. അപ്പോൾ ഭാര്യയുടെ ശരീരവും സ്വകാര്യതയും അവകാശങ്ങളും ഭർത്താവിന്റെ നിയന്ത്രണത്തിനോ ഉടമസ്ഥതയ്ക്കോ വിധേയമല്ല എന്ന് വിധി പുറപ്പെടുവിച്ച ഹൈക്കോടതി അലഹബാദ് ഹൈക്കോടതിയാണ്. ഒഡീസി ആസ്പദമാക്കി സിനിമ സംവിധാനം ചെയ്യുന്നത് ക്രിസ്റ്റഫർ നോളനാണ്. അപ്പോൾ ഒഡീസി എന്താണെന്ന് അറിയാമോ? ഗ്രീക്ക് കവി ഹോമറിന്റെ ഇതിഹാസ കാവ്യമായിട്ടുള്ള ഒഡീസിയാണ്. ഈ ഒഡീസിയെ ആസ്പദമാക്കിയാണ് ദ ഒഡീസി എന്ന ചിത്രം ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്യുന്നത്. ബാഡ്മിൻ്റൺ പരിശീലകനായ S മുരളീധരനാണ് ഇപ്രാവശ്യത്തെ ദ്രോണാചാര്യ അവാർഡ് ലഭിക്കുന്നത്. ഇപ്പോൾ 2025 ദ്രോണാചാര്യ അവാർഡ് ലഭിക്കുന്നത് ആർക്കാണ്? S മുരളീധരനാണ്. ഇദ്ദേഹം ബാഡ്മിൻ്റൺ പരിശീലകനാണ്. അർജുന അവാർഡ് അറിയാലോ, സാജൻ പ്രകാശിനാണ് കേട്ടോ. മലയാളി നീന്തൽ താരമായ സജൻ പ്രകാശിനാണ് ലഭിക്കുന്നത്. സൂര്യനോട് ഏറ്റവും അടുത്തെത്തിയ ആദ്യ മനുഷ്യനിർമ്മിത വസ്തുവാണ് പാർക്കർ സോളൻ പ്രോബ് എന്ന് പറയുന്നത്. അപ്പോൾ സൂര്യനോട് ഏറ്റവും അടുത്തെത്തിയ ആദ്യ മനുഷ്യനിർമ്മിത വസ്തു പാർക്കർ സോളൻ പ്രോബാണ്. സൂര്യൻ്റെ ഉപരിതലത്തിൽ നിന്നും 3.8 ദശലക്ഷം മൈലിനടുത്ത് വരെ ഇത് എത്തുന്നുണ്ട്. അപ്പോൾ സൂര്യനോട് ഏറ്റവും അടുത്തെത്തിയ ആദ്യ മനുഷ്യനിർമ്മിത വസ്തുവാണ് പാർക്കർ സോളൻ പ്രോബ്. ഇന്ത്യയിലെ ആദ്യ സീറോ വേസ്റ്റ് എയർപോർട്ട് പദ്ധതി ആരംഭിക്കുന്നത് ഇൻഡോർ എയർപോർട്ടിലാണ്. ഇന്ത്യയിലെ ആദ്യ സീറോ വേസ്റ്റ് എയർപോർട്ട് പദ്ധതി ആരംഭിക്കുന്നത് ഇൻഡോർ എയർപോർട്ടിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് പാലം സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് പാലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കന്യാകുമാരിയിലാണ്. അതിൻ്റെ